ഏറെയും നമ്മുടെ ഇതിഹാസ പുരാണാദി വാങ്മയങ്ങളിൽ സനാതനധർമ്മ ശബ്ദം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു ധർമ്മം, ഹിന്ദു ശബ്ദം നമ്മളിലേക്ക് വന്നു ചേർന്നതാണ്. അതെങ്ങനെ വന്നു ചേർന്നു അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. എങ്കിലും സനാതനധർമ്മം, സനാതന സംസ്കൃതി എന്നൊക്കെ നാം നമ്മെക്കുറിച്ച് തന്നെ മനസ്സിലാക്കും. ഇക്കാലം മാത്രമല്ല, എക്കാലം മുതലെന്ന് അറിയില്ല. കാരണം അതിപ്രാചീനമായ ശബ്ദമാണ് സനാതന ധർമ്മ ശബ്ദം. സനാതന ശബ്ദം ലളിതമാണ്, ഒരിക്കലും നശിക്കാത്തത് എന്നർത്ഥം. ഏറെ സങ്കീർണതയുള്ള ശബ്ദമല്ല, ഒരിക്കലും നശിക്കാത്തത്, എന്നും നിലനിൽക്കുന്നത്. അപ്പൊ ഈ ധർമ്മം എന്നും നിലനിൽക്കും, ഇതൊരിക്കലും നശിക്കില്ല, ആർക്കും ഇതിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ ഒരു സംശയമില്ല, ഇത് നശിക്കുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ഒരു വിപരീത വാക്യം പറഞ്ഞു എന്ന് ആരും ധരിക്കരുത്. കാരണം ലോകത്തിൽ പ്രാചീന സംസ്കാരം ഈ ഭാരതീയ സംസ്കാരം മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സമുന്നതവും സമ്പുഷ്ടവും സമൃദ്ധവുമായ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ബാഹ്യലിംഗങ്ങളെ കൊണ്ട് മനസ്സിലാക്കാമല്ലോ. ഉദാഹരണത്തിന്, പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷം കണ്ടാൽ അതിശക്തമായ വേരുകൾ അതിനുണ്ടെന്ന് സാമാന്യ ബോധം കൊണ്ട് മനസ്സിലാക്കാം. എന്താ ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രീസിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളിൽ ഖനനം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള പ്രാചീന ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണുമ്പോൾ അവിടുത്തെ വട്ട ശ്രീകോവിലും ചതുര ശ്രീകോവിലുകളും അതിലുപരി അതിബൃഹദാകാരത്തിലുള്ള സഭാമണ്ഡപങ്ങളും, ആ സഭാമണ്ഡപങ്ങളുടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലുപ്പവും സൂക്ഷ്മ കൊത്തുപണികളും അടങ്ങുന്ന തൂണുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ കാണുമ്പോൾ എത്ര മഹത്വപൂർണമായൊരു സംസ്കൃതി അവിടെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് യുക്തിപൂർവ്വം മനസ്സിലാക്കാൻ പറ്റും. ഇത് കേവലം ഗ്രീസിന്റെ മാത്രം വിഷയമല്ല. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് കംബോഡിയയുടെ അതിർത്തി പ്രദേശത്ത് തകർക്കപ്പെട്ട വിഷ്ണു വിഗ്രഹത്തിന്റെ ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അതിബൃഹദാകാരത്തിലുള്ള അത്യന്ത സുന്ദരമായ, ഇത്രയ്ക്കധികം സൂക്ഷ്മമായ അംഗപ്രത്യംഗങ്ങൾ ജീവൻ തുടിക്കുന്നത് പോലെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിൽ കാണണമെങ്കിൽ എന്തായിരിക്കും അത്? അപ്പൊ അത് പുലർന്ന നിലനിന്ന ഒരു പ്രദേശത്തുണ്ടായിരുന്ന പ്രാചീന സംസ്കൃതിയുടെ ആഴവും പരപ്പും എത്രയാണ്. ഇനി നമ്മൾ ഇതേ ദൃഷ്ടിയോടുകൂടി ഓസ്ട്രേലിയയിലെ തീർത്തും തദ്ദേശീയരായിരുന്ന, ഇന്ന് അബോറിജിൻസ് എന്ന ഒരു നാമത്തിൽ പറയപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതക്രമത്തിലേക്കും ആചരണങ്ങളിലേക്കും നോക്കിയാൽ അനേക നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകളും ഹിംസകളും ഏറ്റുവാങ്ങിയിട്ടും പുറമെ തങ്ങളുടെ സംസ്കാരത്തെ എല്ലാം ഉപേക്ഷിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നതായ അമേരിക്കയിലെ ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി പെരുമാറിയാലും അടുത്തിടപഴകുമ്പോൾ മനസ്സിലാവും അവരുടെയൊക്കെ ഹൃദയങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും പ്രാചീന സംസ്കൃതികളുടെ തിരുശേഷിപ്പുകളുണ്ട്. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം, ലോകം മുഴുവൻ പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, അവയ്ക്കെല്ലാം സമാനതകളും ഉണ്ടായിരുന്നു. ആ സമാനതകൾ മഹത്വപൂർണങ്ങളുമായിരുന്നു. പ്രകൃതിയെ ആരാധിക്കുന്ന, പ്രകൃതി ശക്തികളെ പൂജിക്കുന്ന, വേദത്തിന്റെ ആരംഭം തന്നെ അതാണല്ലോ. അഗ്നിയിൽ ആരംഭിച്ചു വേദസാരമായ ഗായത്രി
സൂര്യനിലൂടെ കടന്നുപോയി. സകല പ്രകൃതി ശക്തികളിലൂടെയും ഈശ്വരനെ കാണിച്ചു തരുന്ന വാങ്മയമാണ് വേദം. അത് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കൃതികളുടെയും സ്വഭാവം. പക്ഷെ എന്ത് സംഭവിച്ചു അവയ്ക്കൊക്കെ? അവരൊക്കെ സനാതനം എന്ന് പറഞ്ഞിരുന്നു അക്കാലത്ത്? നമുക്കറിയില്ല. ഒന്ന് നമുക്കറിയാം, അവയെല്ലാം മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാൽ നശിപ്പിക്കപ്പെട്ടു, തീർത്തും നശിപ്പിക്കപ്പെട്ടു. ചില ചില മൂലരൂപങ്ങൾ ഇല്ല, ചില വിത്തുകൾ അവിടെ ഇവിടെയും കിടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. വർഷങ്ങളേറെ കഴിഞ്ഞാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ആയിരക്കണക്കിനുണ്ട്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. ആയിരക്കണക്കിന് ഈ സനാതന സംസ്കൃതിയുടെ മഹത്വത്തെ വെളിവാക്കിയ ഒട്ടനേകം അനുഭവ വിശേഷങ്ങൾ. പക്ഷെ ഒന്ന് മാത്രം നിങ്ങളോട് പറയട്ടെ, പല വേദികളിലും നമ്മൾ പങ്കുവെച്ചതാണ്. പക്ഷെ ഇവിടെയും അത് ഈ സന്ദർഭം വന്നതുകൊണ്ട് പങ്കുവയ്ക്കാം. അന്ന് ദൂരെ ബഹാമസിൽ നമ്മളൊരു കാര്യപരിപാടിക്ക് പോയ സമയത്ത് വേദാന്ത ക്ലാസ്സിന് പോയതായിരുന്നു. രാവിലെയും വൈകുന്നേരവുമാണ് ക്ലാസ്. പകല് ആ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അവിടെ ബഹാമസിൽ മുഖ്യ പട്ടണത്തിൽ വലിയൊരു പഴയ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ അടുത്ത് കൂടെ നമ്മൾ പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരാണ്. നമ്മുടെ കൂടെ ഒരു ബ്രഹ്മചാരിയുണ്ട്. അപ്പം അദ്ദേഹം ഇല്ല, കോവിഡ് കാലത്ത് അദ്ദേഹം ശരീരം വിട്ടു. അതിൻ്റെ പേര് ബ്രഹ്മചാരി പ്രണവ ചൈതന്യ എന്നായിരുന്നു. ഇസ്രായേലിയാണ് ജന്മം കൊണ്ട്. അപ്പോ ഈ ലൈബ്രറിയുടെ തൊട്ട് മുമ്പിൽ വലിയൊരു വൃക്ഷം. ആ വൃക്ഷത്തിനൊരു കരിങ്കൽ തറ. ആ തറയിൽ 3 പേര് ഇരിക്കുന്നുണ്ട്. ബലിഷ്ഠന്മാര്, ദീർഘഗാത്രന്മാര്. എന്തായാലും 6-6.25 അടി പൊക്കം ഉണ്ടാവും. ഒരു 3-3.5 അടി വീതി ഉണ്ടാവും. നല്ല കരിക്കട്ട പോലത്തെ ശരീരമാണ്. നല്ല ബൃഹദാകാര. അത് 2 പേര് നമ്മളെ ചൂണ്ടിക്കൊണ്ടാ സംസാരിക്കുന്നത്. സാധാരണ മനുഷ്യന്മാരെ ചൂണ്ടി സംസാരിക്കുന്ന പതിവ് മിക്ക രാജ്യങ്ങളിലും ഇല്ല. ഇവരങ്ങനെയല്ല, ഇവർ ചൂണ്ടി കാണും. നമ്മളെവിടെ നമ്മൾ ആൾക്കാരെ പോലെ ചൂണ്ടിയിട്ടാണ് അവർ പറയുന്നത്. 2 പേര്. അപ്പൊ എന്നെ കൊണ്ടാണ് അവർ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി. അപ്പൊ ഈ ബ്രഹ്മചാരി പറഞ്ഞു, സ്വാമിജി പോണ്ട, അവര് നല്ലോണം കുടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനും കുടിച്ചിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചോണ്ട് വന്നത്, ഭക്ഷണത്തിനൊന്നിച്ച് നമ്മൾ വെള്ളം കുടിച്ചില്ലേ? എല്ലാ സമയം അങ്ങനെ എല്ലാം തമാശയായിട്ട് എടുക്കരുത്. അവരെങ്ങനെയാ പെരുമാറുക എന്ന് അറിയില്ല. അവരെങ്ങനെ പെരുമാറിയ നമുക്കെന്ത് വേണം? അവർ മനുഷ്യരല്ലേ. ഇദ്ദേഹം എന്തായാലും നമ്മുടെ കൂടെ വന്നില്ല. അതേ സൈഡിലിട്ട് നമ്മൾ അരികിലേക്ക് പോയി. അവരരികിലേക്ക് ചെന്നപ്പോ ഈ 2 പേരും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. 3-ാമനും എഴുന്നേറ്റു. അടുത്തെത്തി. അപ്പൊ അവർ ഈ മെതേടി ചൂണ്ടിയിട്ടാണ് സംസാരിച്ചിരുന്നത്. ഒരു മെതേടി ആദ്യം കാണുന്നവരാണ്. 2 പേര് ചോദിച്ചു, അങ്ങ് സന്യാസിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ സന്യാസിയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ കൂട്ടിച്ചേർക്കാൻ തോന്നി. എന്തുകൊണ്ടാണ് അന്നും ഇന്നും എനിക്കറിയില്ല. യെസ്, ഐ എം എ മോങ്ക്. ഐ എം എ ഹിന്ദു മോങ്ക്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത് എനിക്ക് അന്നും ഇന്നും അറിയില്ല. ഒട്ടനയിൽ 2 പേരും കൂടി ചാട്ടിയൊരു കെട്ടിപ്പിടുത്തം പിടിച്ചിട്ടുണ്ട് എന്റെ ഭഗവാനെ. ഞെക്കിയിട്ട് ഇപ്പോഴും വേദനയുടെ ആ ഓർമ്മ വരിക. ഇത് പറയുമ്പോൾ ഈ ഭാഗം ഇറുങ്ങുകയാണ്. അവരുടെ ബലിഷ്ഠമായ കൈകളിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ആകാശത്തിലേക്ക് പൊന്തി. എന്റെ കാല് നിലത്തില്ല. അവരൊക്കെ പൊന്തിച്ചിരിക്കുക. ഒരുവിധം മദ്യത്തിന്റെ മണമൊക്കെ എനിക്കറിയാം. തുറന്നു പറയുക. കാരണം പല ക്ഷേത്രങ്ങളിലും ഈ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ അപ്പുറം ഇരിക്കണവര് പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ഉണ്ടാവും. അപ്പൊ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴത്തേക്ക് ചെറിയൊരു ലഹരി നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട്. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ എവിടെ എത്തി എന്നുള്ളതിന്റെ സൂചനയാ പറഞ്ഞത്, തമാശ പറഞ്ഞതല്ല. പക്ഷെ ഇത് അജാതി ഒന്നും വേണമല്ല. ഇത് എന്തോ ഒരു നാടൻ സാധനം, എന്താണെന്നറിയില്ല. അത് ശ്വസിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അരോചകം. എന്താ കുടിച്ചെന്ന് എനിക്കറിയാം. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് 3-ാമനും വന്ന് എന്നെ മുറുക്കി പിടിച്ചു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ആകാശത്തിൽ. ഇത് തമാശയ്ക്ക് വേണ്ടിയോ
അല്ലെങ്കിൽ ആലങ്കാരികമായി പറയുന്നത് അനുഭവം പങ്കുവയ്ക്കുക. എന്നിട്ട് അവർ പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. There is a thread connecting us together. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നൂലുണ്ട്, നമ്മെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു നൂല്. ഇത് സഹസ്രാബ്ദങ്ങളുടെ അടിച്ചമർത്തലിന്റെയും സാംസ്കാരിക ധ്വംസനത്തിന്റെയും അത്യന്തം ഖേദകരമായ ദുഃഖകരമായ ജീവിതത്തിന് ശേഷവും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. നമ്മെ ഒന്നായി ചേർക്കുന്ന ഒരു പൊതുചരട്. ഇതിൽ പരം എന്താ പറയാനുള്ളത്? ഇത് ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളെ മുഴുവൻ ചേർത്തുകൊണ്ട് നിലനിന്നു. അതിനെ നശിപ്പിച്ചത് മതങ്ങളാണ്. ആ മതങ്ങളാണ്, മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാണ് ഇന്നും പ്രാചീന ലോക സംസ്കാരങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറഞ്ഞതിന്റെ അർത്ഥം സനാതനം എന്ന് പറഞ്ഞിരുന്നോണ്ട് വലിയ കാര്യമില്ല. ഈ സനാതനത്തെ സനാതനമാക്കേണ്ടത് ആര്? വളരെ ശ്രദ്ധേയമായൊരു വാക്യം മനു നമുക്ക് ഉപദേശിച്ചു തന്നു. ആ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗം സുപരിചിതമാണ്. ഏത് കൊച്ചു കുട്ടിക്കും അറിയും. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ഇതിന്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാൽ പലപ്പോഴും അതിന്റെ രണ്ടാമത്തെ അർത്ഥം അത്ര ശ്രദ്ധിക്കപ്പെടാറില്ല. എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. സമ്മതിച്ചു. എന്നാൽ അടുത്ത് മനു പറയുന്നത് എന്താ? തസ്മാത് ധർമ്മോന ഹന്തവ്യോ മാനോ ധർമ്മോ ഹതോവധീത്. തസ്മാത് അതുകൊണ്ട് ധർമ്മ ന ഹന്തവ്യ, ധർമ്മം ഹനിക്കപ്പെടരുത് നിർദ്ദേശമാണ്. നശിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? മാനോ ധർമ്മോ ഹതോവധീത്. ഹനിക്കപ്പെടുന്ന ധർമ്മം നമ്മെ ഹനിക്കാതിരിക്കട്ടെ. ഹനിക്കപ്പെടുന്ന ധർമ്മം നമ്മെ ഹനിക്കാതിരിക്കട്ടെ എന്നുള്ളത് ഒരു ആശീർവാക്യമാണ്, ഒരു മുന്നറിയിപ്പാണ്. അത് വെറും ആശീർവാക്യമല്ല. ആ പ്ലഗ് പോയിന്റിനുള്ളിലേക്ക് വിരലിട്ടാൽ നിനക്ക് ഷോക്ക് അടിക്കും. നീ ഇടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് മുന്നറിയിപ്പാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാനവ കുലത്തിനോട് മനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മ സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ്. ഈ ധർമ്മ സംരക്ഷണത്തിന് സ്ഥൂലതലവും സൂക്ഷ്മതലവും. സ്ഥൂലതലം സ്ഥാപനങ്ങളുടെ, വ്യത്യസ്ത സമുദായങ്ങളുടെ സമവായത്തിന്റെ, വ്യത്യസ്ത സേവാ പ്രവർത്തനങ്ങളുടെ, ആരാധനാ കേന്ദ്രങ്ങളുടെ, ആരാധനാക്രമങ്ങളുടെ എല്ലാ സംരക്ഷണവും പോഷണവുമാണ് ഈ ധർമ്മ സംരക്ഷണത്തിൽ സ്ഥൂലമായ തലം. അത് നമുക്ക് ലോകത്തിൽ ഒരു 95% പേരുടെയും മധ്യത്തിൽ പറയാവുന്നതാണ്. എന്നാൽ പാരമാർത്ഥികമായ തലം അതല്ല. പാരമാർത്ഥികമായത് സൂക്ഷ്മതലമാണ്. അത് മൂലപോഷണമാണ്. വേരിനെ പോഷിപ്പിക്കുക. ആ വേരിനെ പോഷിപ്പിക്കുക എന്നുള്ളത് മറ്റൊന്നല്ല, വേദത്തിന്റെ പാഠനങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യുകയാണ്. വേദപഠനം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും, ഒന്ന് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ഓതി 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 പഠിക്കുക. അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുക. അവിടെ അർത്ഥചിന്തനൊന്നും പ്രസക്തമല്ല. എല്ലാവരും അർത്ഥസഹിതം പഠിച്ചോളണമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓതി ഓതി നിലനിർത്തുന്നവര് തൂണുകളെ പോലെയാണ്. പലരും ഈ അർത്ഥമറിയാതെ വേദം ചൊല്ലുന്നവര് തൂണുകളെ പോലെയാണെന്ന യാസ്കവാക്യത്തെ അങ്ങനെയുള്ളവരെ നിന്ദിച്ചതാണെന്ന രീതിയിൽ പറയാറുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഈ കെട്ടിടം, ഇതിന്റെ മുകളിൽ ഇത്രയധികം ഓടുകളുണ്ട്, ഈ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇത് നമുക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ മഹിമ ഈ തൂണുകൾക്കാണ്. അതുകൊണ്ട് തൂണുകളെ നിന്ദിക്കരുത്. അർത്ഥമറിഞ്ഞില്ലെങ്കിലും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വേദത്തെ സജീവമായി പകർന്നു നൽകുന്നത് വേദം ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ്. 2, അർത്ഥവിചാരം. സൂക്ഷ്മമായ അർത്ഥവിചാരത്തിലൂടെ വേദത്തിന്റെ ആഴത്തെ അറിഞ്ഞ്, അതിന്റെ പരപ്പിനെ അറിഞ്ഞ്, അതിന്റെ പ്രായോഗികതയെ അറിഞ്ഞ്, അതിന്റെ സാർവകാലികതയെയും ലൗകികതയെയും അറിഞ്ഞ് നമ്മൾ അടുക്കുമ്പോൾ വേദമാതാവിന്റെ മഹിമയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ആകൃഷ്ടരാകും. ഇത് മാത്രമാണോ സൂക്ഷ്മമായ സംരക്ഷണം? അല്ല. കാരണം വേദം, തന്ത്രം തുടങ്ങിയ ഗ്രന്ഥനിഷ്ഠങ്ങളായ അല്ലെങ്കിൽ ഗ്രന്ഥനിഷ്ഠങ്ങളായ അറിവുകൾ കൂടാതെ ഈ സനാതന ധർമ്മത്തിന്റെ വ്യത്യസ്ത കൈവഴികൾ, ശൈവവും ശക്തയവും ഗാണപത്യവും സൗരവും സ്കന്ധവും എന്ന് വേണ്ട വിവിധ വിഭാഗങ്ങളിൽ ഇനി അതിനേക്കാൾ അപ്പുറത്ത് വന്യങ്ങളായ ആരാധനാ രീതികൾ, മലബാരം തുടങ്ങിയ സമ്പ്രദായങ്ങൾ, അതേപോലെ സമുദ്രതീരത്തും മറ്റും നിലനിന്ന വിഭിന്നങ്ങളായ ആചാര രീതികൾ, ഇതിലൊക്കെ ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരകൾ, ഇതൊക്കെ പരമ്പരാപ്രാപ്തമാണ്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടും. ഇതെല്ലാം ചേർന്ന് സംരക്ഷിക്കപ്പെടുമ്പോഴാണ് സനാതനധർമ്മം അതിന്റെ ശരിയായ മഹത്വത്തോടുകൂടി പ്രശോഭിക്കുക. ഇത് വർത്തമാനകാലത്തിൽ വളരെയധികം ശ്രദ്ധേയമായ വിഷയമാണ്. ഇതിന് എല്ലാം ഒരു കൂട്ടർക്ക് സാധ്യമല്ല, എല്ലാം ഒരു സഭയ്ക്ക് സാധ്യമല്ല, എല്ലാം ഒരു പ്രസ്ഥാനത്തിന് സാധ്യമല്ല. പക്ഷെ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ വേദപഠന പാഠനങ്ങൾക്കും വൈദിക സംസ്കാരങ്ങളുടെ പ്രചരണത്തിനും ഒക്കെ വേണ്ടി നമ്മൾ നിലകൊള്ളുന്നു. ഈ സ്ഥാപനം ഏറ്റവും ധന്യമായ ഒരു പ്രവർത്തനമാണ്, അനിവാര്യമായ പ്രവർത്തനമാണ്. ഏതായാലും 25 വർഷങ്ങൾ അർത്ഥവത്തായി കടന്നുപോയി. 25 ജ്വാലകളോടുകൂടി ഇന്ന് നമ്മൾ ആ 25ാം വാർഷിക ആചരണങ്ങളുടെ സമാപന സമ്മേളനത്തിലാണ്. ഏറ്റവും സന്തോഷം തോന്നിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 വേദങ്ങളുടെയും പാഠമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മുറ ക്രമത്തിൽ ഋക്കും യജുസും സാമവും. കേരളത്തിൽ ഇതെല്ലാം പുഷ്കലമായി നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം. ചിലരെങ്കിലും പറയും അതെങ്ങനെയാ സ്വാമി അങ്ങനെ പറയുന്നേ? കേരളത്തിൽ അത്രയ്ക്ക് അഥർവം ഉണ്ടായിരുന്നോ, പ്രചരിതമായിരുന്നോ എന്ന് ചിലർ ചോദിക്കും. ഞാൻ പറയും പ്രചരിതമായിരുന്നു. എന്താ തെളിവ്? അനേക യാഗങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. ഈ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലായി അനേക യാഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് പ്രാചീന ഗ്രാമകണക്ക് നോക്കിയാൽ തന്നെ അഥർവമേറെ ഇല്ലെങ്കിലും യാഗത്തിൽ 4 വേദവും വേണമല്ലോ. അപ്പൊ അനേക യാഗങ്ങൾ നടന്ന ഈ ഭാർഗവ ക്ഷേത്രത്തിൽ നിശ്ചയമായും അധർമ്മവും പുഷ്കലം തന്നെ ആയിരുന്നു എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ഞാൻ ഊഹിക്കുകയാണ്. തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം. പക്ഷെ ഇന്ന് കേരളീയ രീതിയിൽ അധർമ്മം ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി സാമത്തിലോ, സാമം കേരളീയ രീതിയിൽ പഠിപ്പിക്കുന്നത് ആകെ കൂടെ ശേഷിച്ചത് ഒരൊറ്റ ഇല്ലം, 2 വ്യക്തികൾ. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി പറയുക. കൃഷ്ണ യജസ് സമൃദ്ധമാണ്, കുഴപ്പമൊന്നുമില്ല. ശുക്ല യജസ്സോ എന്താ അഭിപ്രായം? കൃഷ്ണ യജസ് സമൃദ്ധമാണ്, അല്ലെന്ന് പറയുന്നില്ല. ധാരാളം പേരുണ്ട്. അത്യാവശ്യം കുറച്ച് സൂക്തങ്ങളെങ്കിലും കുട്ടികൾക്കടക്കം കുറെ പേർക്ക് അറിയാം. ഋക്കും തരക്കേടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ പിന്നോട്ട് പോകൽ സനാതന ധർമ്മത്തിന്റെ ഒരു സ്വഭാവമാണ്. അതിൽ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ പിന്നോട്ട് പോക്ക് മുന്നോട്ട് കൂടുതൽ ശക്തമായി പോകാനുള്ള ഊർജം സമാഹരിക്കാനുള്ള സന്ദർഭമായി നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. എന്നാൽ ഒരു കുഴപ്പവും നമുക്ക് വന്നിട്ടില്ല. ശിവകരൻ നമ്പൂതിരിപ്പാടിയോട് സംസാരിക്കുന്ന സമയത്ത് സാമം
അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രയത്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് കുട്ടികളുണ്ട്. നമ്മൾ എന്തിനൊക്കെ തയ്യാറാക്കുന്നുണ്ട് കുട്ടികളുടെ. കുറച്ചു പേരെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല ബുദ്ധിയുള്ള കുട്ടികളെ ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു കുറച്ച് മാസങ്ങളിലേക്കെങ്കിലും അവരുടെ മറ്റ് വ്യവഹാരങ്ങളൊന്ന് മാറ്റി സാമത്തിലേക്ക് ഒരു പ്രവേശനം കൊടുപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രസംഗിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പറ്റിയെന്നും വരില്ല, എല്ലാവർക്കും എല്ലാം പറ്റില്ല. പക്ഷെ കുട്ടികൾക്ക് അതിനുള്ള എന്തായാലും സാധിക്കും. കുട്ടികളാകുമ്പോൾ അതിനുള്ളൊരു ശ്രമം നാം ചെയ്ത് അദ്ദേഹത്തെ പോലുള്ളവർ ചെയ്യുന്ന പരിശ്രമത്തിന് ഒരു കൂടെ നിന്നാൽ മാത്രമേ കേരളീയമായ സാമം ഇഷ്ടം പോലെ ഉണ്ട്. ഗുജറാത്തിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിൽ കുറച്ചുണ്ട്, കർണാടകയിലും കുറച്ചുണ്ടെന്ന് തോന്നുന്നു. കർണാടകയിൽ കുറച്ചുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കേരളീയമായ രീതി വളരെ അങ്ങോട്ട് ഒരില്ലം രണ്ടുപേര് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എത്തി. അപ്പൊ അതുകൊണ്ട് അത് പൂജ്യമാവരുത്, നമ്മൾ പൂജ്യന്മാരാവരുത്. അതിനുള്ള പരിശ്രമം ആ ഇല്ലക്കാർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവർ അതിനോട് ചേരണം. പിന്നെ ഉള്ളത് അധർവത്തിന്റെ വിഷയമാണ്. അധർവത്തിന്റെ വിഷയത്തിൽ ചില സഭകളിലൊക്കെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. എത്രമാത്രം സ്വീകാര്യമാകും എന്നറിയില്ല. കാരണം ഋക്കനിയാണല്ലോ അധികവും സാമത്തിലുള്ളത്. ദാനക്രമത്തിലല്ലേ മാറ്റമുള്ളത്. സാമത്തിലുള്ള ഭൂരിഭാഗം മാത്രം ഋക്കന്യാണ്.